500 ഗ്രാം ലെമൺ എടുത്തിട്ട് ഒരു ലെമണിനെ 8 പീസാക്കി എടുക്കുക. അതിലേക്ക് 5 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ 300 ഗ്രാം ഡേറ്റ്സ് എടുക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെക്കണം. ഞാനിവിടെ ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളതാണ്. ഓവർനൈറ്റ് ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് എരിവും പുളിയും മധുരവും എല്ലാം കൂടിയിട്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് 1/2 കപ്പ് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഇഞ്ചി, 1/2 കപ്പ് വെളുത്തുള്ളി എന്നിവ സ്ലൈസ് ചെയ്തതും ഒരു 5 പച്ചമുളക് സ്ലൈസ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 പിടി കറിവേപ്പില കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായി വഴന്നു വന്ന ശേഷം തീ ഒന്ന് ലോ ഫ്ലെയിം ആക്കി വെച്ച ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് റോസ്മെല്ല് പോകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ലെമൺ ചേർത്ത് കൊടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് 2 മിനിറ്റ് നേരം നന്നാക്കി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. ഡേറ്റ്സ് ഈ ലെമണുമായിട്ട് മിക്സ് ചെയ്യേണ്ട, അതിൻ്റെ മുകളിലൊന്ന് പരത്തി കൊടുത്താൽ മതി. ഡേറ്റ്സ് ലെമണിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ നന്നായിട്ട് പരത്തി വെച്ച ശേഷം ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും ഒരു 3 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കുക. 3 മിനിറ്റിന് ശേഷം ഇതിനെ തുറന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് നേരം ഇങ്ങനെ തുറന്ന് വെച്ച് നന്നായിട്ട് ഇളക്കിയ ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതിനൊന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് നേരം വേവിച്ചെടുക്കണം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതൊന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതേ ഗ്രേവി നന്നായിട്ട് തിക്കായി വന്നത് കാണാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കാം. ഇനി നിങ്ങൾക്ക് ഷുഗർ താല്പര്യമില്ലെങ്കിൽ ശർക്കരയും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഷുഗർ ചേർത്ത ശേഷം ഒരു 2 മിനിറ്റ് കൂടെ ഇളക്കി എടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ തണുക്കാൻ വെക്കുക. തണുത്ത ശേഷം നമുക്കിതിനൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ വെള്ളം ഒന്നും ഇല്ലാതെ ഒട്ടും നനവില്ലാത്ത എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കാം. ഈ ഒരു സമയത്ത് ഇത് ടേസ്റ്റ് നോക്കിയാൽ അല്പം കയ്പ്പ് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു നാരങ്ങയുടെ കയ്പ്പാണ്. അപ്പോൾ ഇത് ഇപ്പോൾ കഴിക്കരുത്. ഒരാഴ്ച ഇതൊന്ന് അടച്ച് വെക്കണം. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്കിതിനെ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഇതുപോലെ ഫ്രിഡ്ജിൽ വെക്കാതെ സൂക്ഷിക്കുകയാണെങ്കിൽ 1 മാസമൊക്കെ നമുക്കിത് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. ഇനി 1 മാസത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് വെക്കുക, ആവശ്യത്തിന് പുറത്തെടുക്കുക. അപ്പോൾ നമ്മൾ ടേസ്റ്റി അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. പുതിയ റെസിപ്പിയുമായി കാണുന്നതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.